നമസ്കാരം. വൃശ്ചിക മാസം ആരംഭിച്ചതോടെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഔപചാരികമായി തുടങ്ങിയിരിക്കുകയാണ്. അയ്യപ്പ ദർശനത്തിനായിട്ട് പൊന്നമ്പലമേട്ടിൽ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് ഭക്തരെ കൊണ്ട് സന്നിധാനം നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. പുലർച്ചെ നട തുറന്നതിന് ശേഷം ഭക്തജനങ്ങളുടെ നീണ്ട നിരയാണ് ശ്രീകോവിലിന് മുന്നിൽ രൂപപ്പെട്ടത്. പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ തന്നെ തിരക്ക് ശക്തമായി തുടരുകയാണ്. ഇത്രയും വലിയൊരു തീർത്ഥാടക പ്രവാഹം കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായി നിലയ്ക്കലിലെ വാഹന പാർക്കിംഗ് കേന്ദ്രങ്ങളൊക്കെ തന്നെ തലേദിവസം രാത്രി തന്നെ പൂർണ്ണമായി നിറഞ്ഞിരുന്നു. ചാലക്കുടി, വാസുപുരം, മറ്റത്തൂർക്കുന്ന്, എറന്നൂർ മലയിൽ നിന്നുള്ള ED പ്രസാദ് എന്ന പുതിയ മേൽശാന്തിയാണ് ക്ഷേത്രനട ഇന്ന് തുറന്നത്. തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്ന സ്വർണ്ണക്കൊള്ള വിവാദങ്ങളുടെയും നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ മണ്ഡലകാലം ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഭക്തരുടെ സുഗമമായിട്ടുള്ള ദർശനത്തിന് പരമമായിട്ട് പ്രാധാന്യം നൽകുന്നതിനൊപ്പം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമക്കേടുകൾക്കും മറുപടി പറയേണ്ട ചരിത്രപരമായിട്ടുള്ള ഒരു ദൗത്യം ഈ തീർത്ഥാടന കാലത്തിന് മുന്നിലുണ്ട്. വിവാദപരമായിട്ടുള്ള സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നിർണായകമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതി അന്തിമ തീരുമാനം അറിയിക്കും. കള്ളപ്പണ ഇടപാടുകൾ സംശയിക്കുന്ന ED സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട FIR, അനുബന്ധ മൊഴികൾ, മറ്റ് രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ വിട്ടു നൽകണമെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ ആവശ്യം. കേന്ദ്ര ഏജൻസിക്ക് ഈ രേഖകൾ ലഭിച്ചാൽ കേസിൽ വഴിത്തിരിവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ കേസുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലും സുപ്രീം കോടതിയുടെ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത രേഖകൾ EDക്ക് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടാൽ അത് കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കും. ഇത്തരത്തിലൊരു വലിയ നിയമപരമായിട്ടുള്ള അവ്യക്തത നിലനിൽക്കുമ്പോഴും അന്വേഷണത്തിന്റെ കർശനമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം SIT പമ്പയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട നിലവിലെ അന്വേഷണത്തിന്റെ ഭാഗമായി സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിദഗ്ധ പരിശോധനയും സാമ്പിൾ ശേഖരണവും സന്നിധാനത്ത് നടക്കുകയാണ്. SP S ശശീന്ദ്രനും സംഘവും ഇന്നലെ തന്നെ ശബരിമലയിൽ എത്തിച്ചേർന്നിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ച ശേഷം തന്ത്രിയുടെ പ്രത്യേക അനുമതിയോടെ ആയിരിക്കും സാമ്പിൾ ശേഖരണ പ്രക്രിയകളൊക്കെ തന്നെ നടപ്പിലാക്കുക. ശ്രീകോവിലിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിലെ പൂശിയ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും ഒക്കെ തന്നെ സാമ്പിളുകൾ SIT ശേഖരിക്കും. കൂടാതെ 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ഭാഗത്തു നിന്ന് പരിശോധനയ്ക്കായിട്ട് സാമ്പിളുകൾ എടുക്കും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും ഗുണമേന്മയും പരിശോധിക്കാനും ചെമ്പുവാളികൾ മാറ്റിവെച്ചോ എന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടെത്താനുമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ നിർണായകമായ നീക്കം നടത്തുന്നത്. പരിശോധനകൾക്കും സാമ്പിൾ ശേഖരണത്തിനും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന K ജയകുമാർ പ്രസിഡന്റായിട്ടും മുൻ മന്ത്രി K രാജു അംഗമായിട്ടും ചുമതലയേറ്റ പുതിയ ദേവസ്വം ഭരണസമിതിയുടെ നിലപാടുകൾ ശ്രദ്ധേയമാണ്. പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ശബരിമല സന്ദർശിക്കവേ തെറ്റായ പ്രവണതകളിൽ തിരുത്തുണ്ടാക്കുമെന്നും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്നലെ വരെ ഞാൻ സൗമ്യനായ ഉദ്യോഗസ്ഥനായിരുന്നു, ഇനി ആ സൗമ്യത ഉണ്ടാകില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ക്ഷേത്രഭരണത്തിൽ പുതിയൊരു കാർക്കശ്യത്തിന്റെ സൂചന നൽകുകയാണ്. ഭക്തർക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു മുഖമിനുക്കൽ ദൗത്യവുമായിട്ടാണ് ജയകുമാർ ഈ കസേരയിലേക്ക് എത്തുന്നത് എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ ശക്തമാണ്. സ്പോൺസർഷിപ്പ് വഴി ക്ഷേത്രകാര്യങ്ങളിൽ ഇടപഴകാൻ ശ്രമിക്കുന്നവരെ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. സ്പോൺസർ എന്ന മേലങ്കി അണിഞ്ഞു വരുന്ന എല്ലാവരെയും അംഗീകരിക്കില്ല, അവരുടെ പശ്ചാത്തലങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ നടപടികളിലേക്ക് കടക്കൂവെന്നും അദ്ദേഹം കർശനമായി അറിയിച്ചു. തനിക്ക് ശബരിമലയിൽ ഒരു മിഷൻ ഉണ്ടെന്നും അത് അയ്യപ്പനോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്പോൺസർഷിപ്പ് അത് കൊള്ളരുതായ്മകൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു മാർഗമായിരുന്നെങ്കിൽ ഇനി തൊട്ട് അത് അനുവദിക്കില്ല എന്നും സ്പോൺസർമാരുടെ വരുമാന മാർഗം, ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് എന്നിവ പരിശോധിച്ച് ആവശ്യകത അനുസരിച്ച് മാത്രമേ സ്പോൺസർഷിപ്പ് അനുവദിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. കയ്യും മെയ്യും മറന്ന് പണത്തിനു വേണ്ടി വിധേയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ പോലെയല്ല വിദ്യാസമ്പന്നരും പ്രൊഫഷണൽ നിലപാടുള്ളവരും ഭരണസമിതിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ സുതാര്യമായിട്ട് നടക്കുമെന്ന വിശ്വാസം ഇപ്പോൾ ഭക്തർ പങ്കുവയ്ക്കുകയാണ്. അന്വേഷണങ്ങളോ വിവാദങ്ങളോ തീർത്ഥാടകരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന അയ്യപ്പ ഭക്തജനങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത്. ഇന്നലെ 70,000-ലധികം ആളുകൾ ദർശനം നടത്തിയതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ വെർച്വൽ ക്യൂ വഴി 70,000 പേരാണ് ഇന്ന് ദർശനത്തിനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ശബരിമലയുടെ പവിത്രതയിലും അതോടൊപ്പം തന്നെ ഭരണ സംവിധാനത്തിലുമൊക്കെ തന്നെ സാധാരണ ഭക്തർക്കുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം പ്രകടമാക്കുകയാണ്. ദേവസ്വം പ്രസിഡന്റിന്റെ കർശന നിലപാടുകളും അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യവും ഇനി മുതൽ ശബരിമല കാര്യങ്ങൾ കൃത്യമായി നടക്കുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും.